Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാംസങ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സീരീസിൽ ഇറക്കിയ ഒരു സ്മാർട്ട് ഫോൺ, അതാണ് സാംസങ് M01. അതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമായിരിക്കും. നമ്മൾ വരും ദിവസങ്ങളിൽ ക്യാമറ റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, ബാറ്ററി ടെസ്റ്റ്, Pubg ഗെയിമിംഗ്, മറ്റു റിവ്യൂകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 9,000 രൂപ ബഡ്ജറ്റിലാണ് സാംസങ് M01 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെഗ്മെന്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 5.7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4000 mAh ബാറ്ററി കപ്പാസിറ്റിയും സാംസങ് M01 ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 439 Octa കോർ പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ 13 മെഗാപിക്സലിൻ്റെ ഡുവൽ റിയർ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് നമുക്ക് സാംസങ് M01 എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3 കളർ വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ബ്ലൂ, ബ്ലാക്ക്, റെഡ് എന്ന 3 കളർ വേരിയൻസിലാണ്. നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിവുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുത്ത സമ്മാനങ്ങളൊക്കെ നേടാം. അപ്പോൾ നമുക്കിനി സാംസങ് M01 ഒരു ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ പതിവ് ബോക്സിൽ തന്നെയാണ് സാംസങ് M01 നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 3GB RAM 32GB ഇൻറ്റേർണൽ വേരിയൻ്റ് ആണ്. ബ്ലൂ കളർ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി സീലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഫോൺ ബോക്സിൻ്റെ പുറത്ത് നോക്കി എടുക്കാം. പതിവ് പോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ് നമുക്ക് ബോക്സിൻ്റെ ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ഇത്തവണ M01 ഒപ്പം നമുക്ക് മൊബൈൽ കേസ് ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ നോക്കാം. ഒരു മീഡിയം സ്റ്റൈലിഷ് ഡിസൈനാണ് നമുക്ക് സാംസങ് M01 കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്ലാസിക് ഡിസൈൻ എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു ഡിസൈൻ നമ്മൾ ഒരുപാട് ഫോണുകളിൽ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇതൊരു ക്ലാസിക് ഡിസൈൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഇയർഫോൺ ജാക്ക് വരുന്നത് ടോപ്പിലാണ്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് നമുക്ക് ഫോണിൻ്റെ താഴെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ സ്പീക്കർ വരുന്നത് ബാക്ക് സൈഡിൽ താഴെയായിട്ടാണ്. ബോക്സിനോടൊപ്പം നമുക്ക് ഒരു നോർമൽ ചാർജർ ബ്രിക്കും Type-C അല്ല വരുന്നത്, സാധാരണ USB ചാർജിങ് കേബിളുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും നമുക്ക് ബോക്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് സാംസങ് M01 കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നോർമൽ UI ആണ്. നമുക്ക് ആദ്യം തന്നെ സാർ വാല്യൂ ഒന്ന് ഫോണിൻ്റെ എത്രയാണെന്ന് നോക്കാം. നമുക്ക് സാർ വാല്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 0.61 ഹെഡ് വെയ്റ്റ് ആണ് നമ്മുടെ ഈ ഡിവൈസിൻ്റെ ഒരു സാർ വാല്യൂ എന്ന് പറയുന്നത്. ഒരു കുറഞ്ഞ സാർ വാല്യൂ ആണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഒന്ന് എടുത്ത് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 10, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ March 1 ആണ്. ബാറ്ററി കപ്പാസിറ്റി 4000 mAh ബാറ്ററിയാണ് നമുക്ക് സാംസങ് M01 ലഭിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോറേജിലേക്ക് വരാണെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് 32GB 9.9 GB സിസ്റ്റം റിസർവ്ഡ് ആണ്. 22.1 GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മെമ്മറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. സാംസങ് M01 നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ അല്ല. നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നോക്കാം. ഫേസ് റെക്കഗ്നിഷൻ വളരെ എഫക്റ്റീവായിട്ട് തന്നെ സാംസങ് M01 വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ റെക്കഗ്നൈസ് ചെയ്ത് അൺലോക്ക് ആവുന്നുണ്ട്. സാംസങ് M01 റിയർ ക്യാമറ 13 മെഗാപിക്സലിൻ്റെ ഡുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പനോരമ മോഡ്, റോ മോഡ്, ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണെങ്കിൽ ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് എന്നീ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 180p 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടും നമുക്ക് 180p വീഡിയോ 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് സാംസങ് M01 ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് ആണോ വരുന്നത് നോക്കാം. സാംസങ് M01 ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ മെമ്മറി സ്റ്റോറേജ് ആവശ്യമുള്ളവർക്ക് സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫസ്റ്റ് ലുക്ക് വീഡിയോ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സാംസങ് M01 ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, Pubg ഗെയിമിംഗ്, ബാറ്ററി ടെസ്റ്റ്, മറ്റു റിവ്യൂസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവുകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.